ഇടതുപക്ഷത്തിന്റെ നയപരമായ തീരുമാനം അങ്ങനെയായിരുന്നില്ല. അത് ജെൻഡർ ഇക്വാലിറ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണെന്ന് അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നയപരമായ തീരുമാനമായിരുന്നു. ഞാൻ പറയട്ടെ, ഞാൻ അല്ല എന്ന് പറഞ്ഞില്ലല്ലോ. ജെൻഡർ ഇക്വാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് CPM-ന്റെയും ഇടതുപക്ഷ സർക്കാരിന്റെ നയം ഞാനതിൽ വിയോജിപ്പ് പറഞ്ഞത് ഏത് പോയിന്റിലാണ്? മതപണ്ഡിതർ തീരുമാനിക്കട്ടെ എന്നത് പുതിയ നയമല്ല. മുൻപ് ശബരിമലയുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതി പരിഗണിക്കുന്ന ഘട്ടത്തിൽ തന്നെ അതിൽ മതപണ്ഡിതരാണ് തീരുമാനം എടുക്കേണ്ടത് എന്നുള്ള സ്റ്റാൻഡ് ആ കാലത്തും ആ തവണയും. എന്നിട്ടാണോ ശബരിമലയുടെ താക്കോല് തന്ത്രിയുടെ കൊന്തലയിൽ കെട്ടിയിരിക്കുന്നല്ല എന്ന് പറഞ്ഞത്? അതാര് പറഞ്ഞതാ? ഗോപി, സുപ്രീം കോടതിയിൽ സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഇത്തരം വിഷയങ്ങളിൽ തീരുമാനം എടുക്കേണ്ടത് മതപണ്ഡിതരാണ് എന്നുള്ള വാചകം ആ സത്യവാങ്മൂലത്തിൽ ഉണ്ട്. സുപ്രീം കോടതി നിലപാട് നടപ്പിലാക്കുമെന്നുള്ളതായിരുന്നു. അതിനകത്തൊരു തർക്കവുമില്ല. മാത്രമല്ല സുപ്രീം കോടതി വിധി വന്ന ശേഷം അക്കാര്യത്തിൽ സർക്കാരിന്റെ നിലപാടിനോട് LDF-ന്റെ നിലപാടിനോട് എനിക്ക് വിയോജിപ്പുണ്ട് പൂർണ്ണമായും. പക്ഷെ ഞാൻ പറഞ്ഞത് ഈ മതപണ്ഡിതർ തീരുമാനം എടുക്കട്ടെ എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് സാഹചര്യം മുന്നിൽ കണ്ട് സ്വീകരിച്ച നിലപാടല്ല. അത് പൂർണ്ണമായും തെറ്റാണ്. ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ സർക്കാരോ ഇടതുമുന്നണിയോ എന്ത് തന്നെ പറഞ്ഞാലും അവർ നടപ്പാക്കിയത് യുവതീ പ്രവേശനം എന്നതിനോട് അനുകൂലമായി നിൽക്കുകയും ജെൻഡർ ഇക്വാലിറ്റിയുടെ പേരിൽ ശബരിമലയിലും എല്ലാ ആരാധനാലയങ്ങളിലും അങ്ങനെ തന്നെ വേണമെന്നതാണ് ഇടതുപക്ഷത്തിന്റെ നയവും നിലപാടെന്ന് പറയുകയും അതിന്റെ ഭാഗമായി അനാചാരങ്ങൾക്കെതിരെ എന്ന് പറഞ്ഞ് നവോത്ഥാന സംരക്ഷണ സമിതി രൂപീകരിക്കുകയും മുഖ്യമന്ത്രി അതിന്റെ അധ്യക്ഷനാവുകയും വെള്ളാപ്പള്ളി നടേശൻ, പുന്നല ശ്രീകുമാർ തുടങ്ങിയവരെയൊക്കെ ഇതിന്റെ ഭാരവാഹികളാക്കിക്കൊണ്ട് അതെ സമിതി എല്ലാം രൂപീകരിച്ചതും എല്ലാം എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ള ചോദ്യം ഈ മതപണ്ഡിതർ അന്നും പറഞ്ഞിരുന്നു. പക്ഷെ അതിനപ്പുറം അത് പറഞ്ഞെങ്കിലും അതിനുശേഷം ഈ കോടതി വിധി വന്നതിന് ശേഷവും കോടതി വിധിക്ക് മുമ്പും ഇതിൽ ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഒരു നിലപാടുണ്ടായിരുന്നു. CPIM കൈക്കൊണ്ടിട്ടുള്ള ഒരു നിലപാടുണ്ടായിരുന്നു. CPIM ആ കേസിൽ കക്ഷി അല്ലെങ്കിൽ പോലും ഒരു പുരോഗമന സ്വഭാവമുള്ള രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അത് അത്തരമൊരു നിലപാടെ സ്വീകരിക്കാൻ കഴിയൂ എന്നൊക്കെയാണ് അന്ന് നേതാക്കൾ പറഞ്ഞിരുന്നത്. അപ്പോ അന്ന് സ്വീകരിച്ചിരുന്ന ആ പുരോഗമനമൊക്കെ എവിടെ പോയി ഇപ്പോൾ?